ഹലോ. ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മുഫ്ത് ഹി മുഫ്ത് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ ഇതിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഈ ചാപ്റ്റർ ബീക്കുബായിനെ പറ്റിയായിരുന്നല്ലേ. ബീക്കുബായിക്ക് ഒരു ദിവസം തേങ്ങ കഴിക്കാൻ തോന്നി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ കൊതിയായല്ലേ. എന്നാൽ ബീക്കുബായുടെ വീട്ടിൽ ഒരു തേങ്ങ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി തേങ്ങ വേണമെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബീക്കുബായി തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ ഒരു തേങ്ങയ്ക്ക് 2 രൂപയാണ്, അതായത് 2 റുപ്പീസ് ആണെന്ന് കേട്ടപ്പോൾ ബീക്കുബായി ആകെ ഞെട്ടിപ്പോയി. പിശുക്കനായ ബീക്കുബായിക്ക് 2 രൂപ കൊടുക്കാൻ പറ്റാത്തപ്പോൾ 1 രൂപയ്ക്ക് എവിടെ തേങ്ങ കിട്ടുമെന്ന് അന്വേഷിച്ചു പോയി അല്ലേ. അങ്ങനെ ദൂരെയുള്ളൊരു മണ്ടിയിൽ 1 രൂപയ്ക്ക് തേങ്ങ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോഴോ അപ്പം ബീക്കുബായിക്ക് 1 രൂപയും കൊടുക്കാൻ തോന്നിയില്ല. അപ്പം അവിടെയുള്ള ആള് പറഞ്ഞു, നിങ്ങൾ പോർട്ടിൽ പോയിട്ട് അന്വേഷിക്കാൻ. പോർട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു തോണിക്കാരൻ 50 പൈസയ്ക്ക് തേങ്ങ തരാന്ന് പറഞ്ഞു. ബീക്കുബായിക്ക് അപ്പോൾ 50 പൈസയും കൊടുക്കാൻ വയ്യ. അങ്ങനെ നാവുവാലെ ബീക്കുബായിനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഏറ്റവും വില കുറവിലാണ് തേങ്ങ വേണ്ടതെങ്കിൽ ഇവിടെ അടുത്തൊരു തെങ്ങിൻ തോപ്പുണ്ട്, ഒരു നാരിയലിന്റെ ബഗീച്ചയുണ്ട്, അവിടെ പോയി നോക്കൂ. അപ്പോ ബീക്കുബായി വേഗം നാരിയലിന്റെ ബഗീച്ചയിലേക്ക് പോയി. എന്നിട്ട് ബീക്കുബായിക്ക് തേങ്ങ കിട്ടിയോന്ന് അറിയണ്ടേ? അപ്പൊ നമ്മള് ഈ വീഡിയോയില് അതാണ് നോക്കാൻ പോകുന്നത്. നാവുവാലെ ബീക്കുബായിനോട് നാരിയലിന്റെ ബഗീച്ചയിൽ പോയി നോക്കാൻ പറഞ്ഞു. ബീക്കുബായിനെ ഫിർ അപ്നെ ആപ് കോ സംജായ. ഇത് കേട്ടപ്പോൾ ബീക്കുബായിനെ അപ്നെ ആപ് കോ, സ്വയം തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത്തനെ ദൂർ ആയാ ഹൂ, അബ് ബഗീച്ചെ തക് ജാനെ മേ ഹർസി ക്യാ ഹേ. ഓ, ഇത്ര ദൂരം ഞാൻ വന്നില്ലേ, ഇനിയിപ്പോ ഒരു തോട്ടം വരെ നടക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? സച്ച് ബാത് തോ യഹ് ഥി കി വേ കാഫി തക് ചുക്കേ ഥേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചിരുന്നു ശരിക്ക്. മഗർ 25 पैसे बचाने के ख्याल से ही उसमें फुर्ती आ गई. 25 പൈസ എങ്ങനെ സേവ് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനുള്ള എനർജി ഒക്കെ പെട്ടെന്ന് വന്നു. ബീക്കുബായിനെ സോച്ച. ബീക്കുബായി സ്വയം ചിന്തിച്ചു, 2 गुना ज्यादा चलना पड़ेगा पर 4 आने बच भी तो जाएगा और फिर कोई भी चीज मुफ्त में कहाँ मिलती है. എന്നിട്ട് ബീക്കുബായി ആലോചിക്കുകയാണ്, കുറച്ച് ദൂരം 2 ഡബിൾ ആയിട്ട് നടക്കേണ്ടി വരും. പർ 4 അണ എന്ന് പറഞ്ഞ് 25 പൈസയ്ക്ക് പണ്ട് കാലത്ത് 4 അണ എന്നൊക്കെയായിരുന്നു പറയുന്നത്. അതാണ് 4 ആനെ. ബച്ച് ബി തോ ജായേഗ, സേവ് ചെയ്യാൻ പറ്റുമല്ലോ. ഓർ ഫിർ കോയി ബി ചീസ് മുഫ്ത് മേ കഹാ മിൽത്തി ഹേ. ഇപ്പൊ എന്ത് സാധനമായാലും എവിടെയാ അപ്പൊ ഫ്രീ ആയി കിട്ടുക? അപ്പൊ ഇത്രയും ചീപ്പായി കിട്ടുകയാണല്ലോ, അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിക്കാം. ബീക്കുബായി നാരിയൽ കെ ബഗീച്ചെ മേ പहुंच गए. ബീക്കുബായി അങ്ങനെ കോക്കനട്ടിലെ തോട്ടത്തിലെത്തി. വഹാം കെ മാലി കോ ദേഖർ ഉസ്നെ പൂച്ചാ, ഈ നാരിയൽ കിത്നെ മേ ബേജേംഗെ. അപ്പൊ അവിടെയുള്ള ആളോട് ബീക്കുബായി ചോദിച്ചു, ഈ നാരിയൽ കിത്നെ മേ ബേജേംഗെ, ഈ നാരിയൽ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുക? माली ने जवाब दिया, जो पसंद आए ले जाओ काका, बस 25 पैसे का एक. അപ്പം മാലി എന്താ പറഞ്ഞത്? ജോ ചാഹേ, ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുത്തിട്ട് കൊണ്ടുപോയിക്കോളൂ, വെറും 25 പൈസയേ ഉള്ളൂ ഒന്നിന്. ദേഖോ കിത്നെ ബഡേ ബഡേ ഹേ, കണ്ടില്ലേ എത്ര വലിയ വലിയ തേങ്ങകളാണ്, 25 പൈസക്ക് ഇത് വളരെ ലാഭമാണ്, ഏത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞു. ഹേ ഭഗവാൻ, 25 പൈസേ, ഓ മൈ ഗോഡ്. ഇപ്പൊ പറയുന്നത് നോക്കിയേ, എന്റെ അമ്മേ, എത്ര 25 പൈസയോ 25 പൈസയോ. പൂരാ രാസ്ത പെദൽ ആനേക്ക് ബാദ് ബി, ഇത്രയും ദൂരം ഞാൻ നടന്നു വന്നിട്ടും നിങ്ങള് ഇതിന് 25 പൈസയാണോ വാങ്ങിക്കുന്നത്? ജൂത്തെ ഘിസ് ഗയേ, പേർ തക് ഗയേ ഓർ അബ് പേസേ ഭി ദേനെ പടേംഗെ. എന്റെ ചെരുപ്പ് തേഞ്ഞു പോയി, വേൺ ഔട്ട് ആയി പോയി, പിന്നെ എന്റെ കാലൊക്കെ തളർന്ന് ക്ഷീണിച്ചു പോയി, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് നിങ്ങൾ അതിന് പൈസയും മേടിക്കുവോ?
मेरी बात मानो एक नारियल मुफ्त में ही दे दो ഹാ അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ ഒരു നാരിയൽ അല്ലെങ്കിൽ ഒരു കോക്കനട്ട് എനിക്ക് ഫ്രീ ആയിട്ട് തരൂ മുഫ്ത് മേ ഹി ദേ ദോ ദേഖോ മേ കിത്നാ തക് ഗയാ ഹൂ കണ്ടില്ലേ ഞാൻ എത്ര ക്ഷീണിച്ചാ വന്നിരിക്കുന്നത് എന്ന് അതുകൊണ്ട് എനിക്ക് ഒരു നാരിയൽ ഫ്രീ ആയിട്ട് തരൂ എന്ന് ബീക്കുബായ് പറഞ്ഞു ബീക്കുബായ് की बात सुनकर माली ने कहा ബീക്കുബായ് പറയുന്നത് കേട്ടപ്പോ മാലി എന്താ പറഞ്ഞത് അരെ കാക്ക മുഫ്ത് മേ ചാഹിയേ നാ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണോ വേണ്ടത് യേ രഹാ പേഡ് ഓർ വാ രഹാ നാരിയൽ കണ്ടോ ഈ മരം നോക്കൂ യേ രഹാ പേഡ് ഇതാണ് മരം ഓർ വാ രഹാ നാരിയൽ അതിന്റെ മുകളിൽ നിറയെ കോക്കനട്ട് ഉണ്ട് പേഡ് പർ ചढ़ जाओ और जितने चाहे तोड़ लो നിങ്ങൾ മരത്തിന്റെ മുകളിൽ കയറിക്കോ എത്ര വേണമെങ്കിലും പറിച്ചെടുത്തോളൂ വഹാ നാരിയൽ കി കോയി കമി നഹി ഹേ ഇതിന്റെ മുകളില് കോക്കനട്ടിന് ഒരു കുറവും ഇല്ല നിങ്ങൾ മുകളിൽ കയറിയിട്ട് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള അത്രയും പറിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു पैसों तो मेरी मेहनत के है ഞാൻ ഈ പറയുന്ന പൈസ എൻ്റെ മെഹനത്തിന്റെ ആണ് അതായത് അവിടെ ഇരിക്കുന്ന ആള് മാലി അദ്ദേഹം മരത്തിന്റെ മുകളിൽ കയറി നാരിയലൊക്കെ പറിച്ച് താഴേക്കിട്ടിരിക്കുകയാണല്ലേ അപ്പൊ അദ്ദേഹം ചെയ്ത അധ്വാനത്തിന്റെ പൈസയാണ് 25 പൈസയായിട്ട് അദ്ദേഹം വാങ്ങാൻ പോയത് പക്ഷേ ബീക്കുബായ് അതുപോലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോ ബീക്കുബായ് പറയാ സച്ച് ജിത്ന ചാഹോ ലേ ലൂ അത് കേട്ടപ്പോ ബീക്കുബായിക്ക് ആകെ അത്ഭുതമായി ജിത്ന ചാഹോ ലേലു എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ ബീക്കുബായ് തോ ഖുഷി സേ ഫുലേന സമായേ ബീക്കുബായിക്ക് ഇത് കേട്ടപ്പോ വളരെയധികം സന്തോഷമായി ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം മേരാ യഹാൻ തക് ആനാ ബേക്കാർ നഹി ഗയാ അപ്പൊ ഇത്രയും ദൂരം ഞാൻ നടന്നു വന്നത് ബേക്കാർ നഹി ഗയാ വെറുതെ ആയില്ല ഉനോനെ ജൽദി ജൽദി പേഡ് പർ ചढ़ना शुरू कर दिया അദ്ദേഹം വേഗം തന്നെ മരത്തിന്റെ മുകളിൽ കയറാൻ തുടങ്ങി പേട് പർ ചടത്തെ ചടത്തെ ബീക്കുബായിനെ സോച്ച മരത്തിന്റെ മുകളിലേക്ക് കയറി കയറി പോകുമ്പോ ബീക്കുബായിനെ സോച്ച ബഹുത് അച്ഛേ മേരി തോ കിസ്മത് ഖുൽ ഗയി വെരി ഗുഡ് എന്റെ ലക്ക് തന്നെയാണിത് ജിത്തനെ നാരിയൽ ചാഹെ തോടലു ഓർ പൈസേ ബി നാ ദൂ എത്ര നാരിയൽ വേണമെങ്കിലും പറിച്ചെടുക്കാം പൈസയും കൊടുക്കണ്ട ക്യാ ബാത് ഹേ ഓ വളരെ നല്ല കാര്യമാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ബീക്കുബായ് മരത്തിലേക്ക് കയറുന്നത് ബീക്കുബായ് ഊപ്പർ പൗഞ്ച് ഗേ ബീക്കുബായ് മുകളിലെത്തി മരത്തിന്റെ മുകളിലെത്തി ഫിർ വേ टहनी और तने के बीच आराम से बैठ गए और दोनों हाथ को आगे बढ़ाने लगे सबसे बड़े नारियल को तोड़ने के लिए അതിനുശേഷം മരത്തിന്റെ തടിയിലെയും പിന്നെ അതിന്റെ ബ്രാഞ്ചിന്റെയും ഒക്കെ ഇടയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ദോനോ ഹാത്തോങ്കോ ആകെ ബടാനെ ലഗേ രണ്ട് കൈയും മുന്നോട്ട് നീട്ടി എന്തിനാണ് സബ്സെ ബഡേ നാരിയൽ കോ തോടനെ കെ ലിയേ അതില് ഏറ്റവും വലിയ കോക്കനട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയാണ് കൈ നീട്ടിയത് ജഗ് പേർ ഫിസൽ ഗയേ ജാക്ക് എന്ന ശബ്ദത്തോടെ അദ്ദേഹത്തിന്റെ കാല് സ്ലിപ്പായി പോയി അവിടെ കാല് നല്ല ബലമായിട്ട് പിടിച്ചു വെച്ചിട്ട് കൈ നീട്ടി നാരിയൽ എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ കാല് സ്ലിപ്പായി പോയി ബീക്കുബായിനെ എക്ദം സേ നാരിയൽക്കോ പക്കഡ് ലിയ അപ്പൊ പെട്ടെന്ന് വീഴാൻ പോയി കഴിഞ്ഞപ്പോ ബീക്കുബായ് എന്താ ചെയ്തത് വേഗം അടുത്ത് കണ്ട ഒരു നാരിയലിന്റെ മുകളിൽ ഒരു കോക്കനട്ടിന്റെ മുകളിൽ പിടിച്ചു തൂങ്ങി ഓനിക്ക് ദോനോ പേർ ഹവാമേ ജൂൽത്തെ രഹ് ഗയേ ഇപ്പൊ എന്താ സംഭവിച്ചത് ബീക്കുബായി ഒരു കോക്കനട്ടിന്റെ മുകളിൽ തൂങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും താഴേക്ക് ഹവ എന്ന് പറഞ്ഞ എയറിലാണ് അതിന്റെ ട്രങ്കിലൊന്നും പിടികിട്ടുന്നില്ല അപ്പോ ഒരു കോക്കനട്ടിന്റെ മുകളിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഓ മാ അവമേ ക്യാ കരോ അയ്യോ അമ്മേ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അവിടെ കിടന്ന് കരയാൻ തുടങ്ങി ബീക്കുബായ് ചില്ലാനെ ലഗേ ബീക്കുബായ് ഉറക്കെ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അരേ ബായ് മദത് കരോ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി ഉനോനെ നീച്ചെ ഘടേ മാലിസെ ബിൻതിക്ക് താഴെ ഇരുന്ന മാലിയുടെ അടുത്ത് പറഞ്ഞു എന്നെ രക്ഷിക്കൂ പ്ലീസ് പ്ലീസ് മാലിനെ കഹാ വോ മേരാ കാം നഹി മാലി അപ്പൊ എന്താ പറഞ്ഞത് വോ മേരാ കാം നഹി കാക്ക മേനെ സിർഫ് നാരിയൽ ലേനെ കി ബാത് കീ ഥി ഞാൻ നിങ്ങളോട്
നാരിയൽ എടുത്തോളൂ അല്ലെ കോക്കനട്ട് എടുത്തോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അവിടുന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്റേതല്ല എന്ന് മാലി പറഞ്ഞു. ബാക്കി സബ് തുമാരെ ഓർ തുമാരെ നാരിയൽ കെ ബീച്ച് കാ മാംല ഹേ. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളുടെയും നിങ്ങളുടെ നാരിയലിന്റെയും ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും എന്ന് മാലി പറഞ്ഞു. पैसे नहीं, खरीदना नहीं, बेचना नहीं और मदद नहीं, सब कुछ मुफ्त. No money, no buying, no selling and no help. Everything in between is free. तभी ऊंट पर सवार एक आदमी वहां से गुजरा. അപ്പൊ ആ സമയത്താണ് ഊണ്ട് ഒട്ടകത്തിന്റെ മുകളില് ഒരു ആദ്മി ഒരാള് അതുവഴി കടന്നു പോയത്. അരേ ഓ ഭീഖുബായ് ജോർ ജോർത്തെ ബുലാനെ ലഗേ. അപ്പോ ഭീഖുബായിക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം അല്ലേ? അപ്പൊ ദൂരെ ഒട്ടകത്തിന്റെ മുകളിൽ ഒരാൾ പോകുന്നത് കണ്ടപ്പോ ഭീഖുബായ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അരേ ഓ പ്ലീസ് ഇങ്ങോട്ട് നോക്കൂ. ഓ ഊട്ട്വാലേ മേരെ പയർ വാപ്പസ് പേട് പർ ടികാ ദോ നാ, ബഡി മെഹർബാനി ഹോഗി. എന്നെ ഒന്ന് താഴെ ഇറക്കി തരൂ, എന്റെ കാല് തിരിച്ച് മരത്തിന്റെ മുകളിൽ ഒന്ന് ആക്കി തരൂ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പ്ലീസ്. ഊട്ട് വാലേനെ സോച്ച ചലോ മദത് കർ ദേത്താ ഹോ, മേരാ ക്യാ ജാത്താ ഹേ. ഊട്ട് വാലെ വിചാരിച്ചു, ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തേക്കാം, എനിക്കിപ്പോ എന്താ പ്രശ്നം. ऊंट की पीठ पर खड़े होकर उसने भीखूबाई के पैरों को पकड़ लिया. അങ്ങനെ ഭീഖുബായിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഊട്ട്വാലെ പോയി. എന്നിട്ട് എന്താ ചെയ്തത്? ഒട്ടകത്തിന്റെ മുകളിൽ കേറി നിന്നിട്ട് ഭീഖുബായിന്റെ കാലിൽ പിടിച്ചു. ठीक उसी समय ऊंट को हरे हरे पत्ते नजर आए. കറക്റ്റ് ആ സമയം തന്നെ ഒട്ടകത്തിന് ക്യാമലിന് ഹരേ ഹരേ പത്തേ ഗ്രീൻ ഗ്രീൻ ലീവ്സ് കണ്ടു. പത്തെ ഖാനെ കെ ലാലച്ച് മേ ऊंट ने गर्दन झुकाई और अपनी जगह से हट गया. പച്ച പുല്ല് കണ്ടപ്പോ ക്യാമൽ വേറൊന്നും ആലോചിച്ചില്ല, അത് കഴിക്കാൻ വേണ്ടി കഴുത്ത് അങ്ങോട്ട് തിരിച്ചു, എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറി. ഇപ്പൊ എന്തു പറ്റി? കോക്കനട്ടിന്റെ മുകളില് ഭീഖുബായി തൂങ്ങി കിടക്കുകയാണല്ലേ. ഭീഖുബായിന്റെ കാലില് ഊട്ടുവാല് തൂങ്ങി കിടക്കുകയാണ്. ബസ് വ ആദ്മി ऊंट की पीठ से फिसल गया. अपनी जान बचाने के लिए उसने ഭീഖുബായി के पैरों को कसकर पकड़ लिया. അയ്യോ അവിടുന്ന് വീണ് കഴിഞ്ഞാലോ ഊട്ടുവാലേന്റെ കാര്യം പോക്കാണല്ലേ. അപ്പൊ अपने जान बचाने के लिए, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി उसने ഭീഖുബായി के पैरों को, ഭീഖുബായിന്റെ കാലുകള് कसकर पकड़ लिया, നല്ല മുറുക്കി പിടിച്ചു. अब दोनों क्या करते? ഇനിയിപ്പോ രണ്ടാളും എന്താ ചെയ്യാ? इतने में एक ഗുഡസ്വാർ ആയ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അതുവഴി ഹോഴ്സിലും ഒരാള് വന്നു. ഗുഡസ്വാർ എന്ന് പറഞ്ഞ ഒരു ഹോഴ്സ്മാൻ. അരേ സാംബ്ലോ ചോ പേഡ് സേ ലഡ്കെ ദോനോ പുക്കാർനെ ലഗേ. അങ്ങനെ മുകളിൽ നിന്ന് ഉറക്കെ രണ്ടുപേരും വിളിക്കുകയാണ്, സുനോ ബായി കോയി ബച്ചാവോ പ്ലീസ് ഹെൽപ്പ് അസ്. ആരെങ്കിലും ഒന്ന് ഞങ്ങളെ വന്ന് രക്ഷിക്കൂ. ബച്ചാവോ എന്ന് പറഞ്ഞ രക്ഷിക്കൂ. घुड़सवार को देखकर भीखूबाई ने दुहाई दी, ओ मेरे भाई मुझे पेड़ पर वापस पहुंचा दो. ബ്രദർ പ്ലീസ് എന്നെ മരത്തിലേക്ക് തിരിച്ചൊന്ന് എത്തിക്കോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് താഴെ എത്തിക്കോ, ഞാൻ ഇതിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ, പ്ലീസ് എന്നെ പേട് പർ വാപ്പസ് പൗഞ്ചാദോ, മരത്തിലേക്ക് തിരികെ എത്തിക്കൂ. ഹം ഏക് മിനിറ്റ് ബി നഹി लगेगा, मैं घोड़े की पीठ पर चढ़कर इनकी मदद कर देता हूँ. ഓക്കെ ഒരു മിനിറ്റ് പോലും എടുക്കില്ല. മേ ഘോഡെ കി പീഡ് പർ, ഘോഡയുടെ മുകളിൽ കയറി നിന്നിട്ട് എനിക്ക് മദത് കർ ദേത്താ ഹൂ. യേ സോച്ച്കർ ഘുഡസ്വാർ ഘോഡെ പർ ഓർ ഖടാ ഹുവാ. ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ഒരു ഹോഴ്സ്മാൻ ഹോഴ്സിന്റെ മുകളിൽ കയറി നിന്നു. ലേക്കിൻ കോൻ കഹത്താ ഹൈ കി ഘോഡ ഊട്ട് സേ ബെഹത്തർ ഹേ. പക്ഷേ നമ്മുടെ ഹോഴ്സ് ക്യാമലിനെക്കാട്ടും ഒട്ടും ബെറ്റർ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഹരി ഹരി ഘാസ് ദിഖായി ദേനെ പർ തോ ദോനോ ഏക് ജൈസേ ഹേ. പച്ച പുല്ല് കണ്ടു കഴിഞ്ഞാൽ ഘോഡയും ക്യാമലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഘാസ് കെ ചക്കർ മേ ഘോഡ ജറാ ആകെ ബടാ ഓർ ചോड़ चले अपने मालिक को ऊंट वाले के पैरों से लटकते हुए.
ഊട്ട്വാലയുടെ കാലില് ജസ്റ്റ് ഗോഡയിലുള്ള ആള് പിടിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ ഗോഡ എന്ത് ചെയ്തു? പച്ചപ്പുല്ല് കണ്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോയി അത് കഴിക്കാൻ വേണ്ടി. एक दो अब तीनों के तीनों झूलते रहे നാരിയൽ കെ പേട് സേ. നേരത്തെ ഒരാളായിരുന്നു, അടുത്ത ആള് വന്നപ്പോ രണ്ടാളായി, ഇപ്പൊ 3 പേരാണ് കോക്കനട്ട് ട്രീയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. കാക്ക കാക്ക കസ്കെ പക്കടക്കെ രഹന ഹാ, ഘുഡസ്വാറിനെ പസീന പസീന ഹോത്തെ ഹുയെ കഹാ. അപ്പൊ താഴേന്ന് ഹോഴ്സ്മാൻ വിളിച്ചു പറയാണ്, കാക്ക കാക്ക നല്ല മുറുക്കി പിടിച്ചിരിക്കണേ. जब तक कोई बचाने वाला न आए कहीं छोड़ न देना. ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുന്നത് വരെ ദയവ് ചെയ്ത് അത് വിടുകയേ ചെയ്യരുത്, മുറുക്കി പിടിക്കണം എന്നാണ് ഹോഴ്സ്മാൻ ഉറക്കെ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞത്. മേ ആപ്കോ 100 റുപ്പിയ ദൂങ്ക. അങ്ങനെ നിങ്ങൾ മുറുക്കി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100 രൂപ തരാം. കാക്ക കാക്ക അബ് ഊട്ട് വാലേക്ക് ബാരി ദി. ഇപ്പൊ പറയുന്നത് ആരാണ്? ഊട്ട്വാലെ. മേ ആപ്കോ 200 റുപ്പിയെ ദൂങ്ക ലേക്കിൻ നാരിയൽ കോ ചോട്നാ നഹി. നിങ്ങൾ ആ നാരിയലിനെ മുറുക്കി തന്നെ പിടിക്കണം, അത് വിടരുത്, നിങ്ങൾക്ക് ഞാൻ 200 റുപ്പീസ് തരാം എന്ന് ക്യാമലിൽ വന്ന ആള് പറഞ്ഞു. 100 और 200 बाप रे बाप 300 रुपये. ഭീഖുഭായ് का सिर चकरा गया. അത് കേട്ടപ്പോ ഭീഖുഭായ് പെട്ടെന്ന് ഒരു നിമിഷം 100 റുപ്പീസ് പ്ലസ് 200 റുപ്പീസ്, ഓ മൈ ഗോഡ് 300 റുപ്പീസ്. ഇത്തന ഇത്തന സാര പൈസ, ഇത്രയും കൂടുതൽ പൈസയോ? ഖുഷി സെ ഉन्होंने अपने दोनों बाहों को फैलाया. സന്തോഷം കൊണ്ട് അദ്ദേഹം ചെയ്തതെന്താ? ദോനോ ബാഹോം കോ ഫെലായ, 2 കൈയും ദൂരേക്ക് സ്പ്രെഡ് ചെയ്തു, 2 കൈയും സന്തോഷത്തോടെ സ്പ്രെഡ് ചെയ്തു. ഓർ നാരിയൽ ഗയാ ഹാത്ത് സേ ചൂട്ട്. 2 കൈയിലും മുറുക്കി പിടിച്ചുകൊണ്ടിരുന്ന നാരിയലാണല്ലേ, സന്തോഷം കൊണ്ട് കൈ വിട്ടു കഴിഞ്ഞപ്പോ എന്തു പറ്റി? നാരിയലിൽ നിന്ന് കൈ വിട്ടുപോയി. ധടാം സേ തീനോ ജമീൻ പർ ഗിരേ. പെട്ടെന്ന് ഡും എന്ന് പറഞ്ഞ് 3 പേരും ജമീൻ പർ ഗിരേ, താഴെ തറയിലേക്ക് വീണു. ഘുഡസ്വാർ, ഊട്ട്വാല ഓർ ഭീഖുഭായി. ആരൊക്കെയാണ്? ഹോഴ്സ്മാൻ, ഊട്ട്വാല, ക്യാമൽമാൻ और भीखूभाई. भीखूभाई अपने आप को संभाल ही रहे थे कि एक बहुत बड़ा नारियल उनके सिर पर आ फूटा. നിലത്ത് വീണ് കിടക്കുമ്പോ ഭീഖുഭായ് എങ്ങനെയോ എണീച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എണീക്കുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്നറിയോ? മുകളിൽ നിന്ന് നേരത്തെ കൈവിട്ട ആ കോക്കനട്ട് ആയിരിക്കാം, അത് പെട്ടെന്ന് താഴേക്ക് വീണ് നേരെ ഭീഖുഭായുടെ തലയിൽ തന്നെ വീണ് പൊട്ടി. ബിൽക്കുൽ മുഫ്ത്, ഫ്രീ ആയിട്ട്. ആ ഒരു വീണ തേങ്ങ ഇനി ഭീഖുഭായ്ക്ക് ഫ്രീ ആയിട്ട് എടുത്തു കൊണ്ടുപോവാ അല്ലേ? ഇപ്പൊ എന്താ മനസ്സിലായത്? വെറും 1 റുപ്പി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. എന്നിട്ട് അടുത്ത സ്ഥലത്ത് എത്തിയപ്പോ 50 പൈസക്ക് തരാന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വീണ്ടും പിശുക്ക് വന്നു. പിന്നെ വേറൊരു സ്ഥലത്തെത്തി, അവിടുന്ന് 25 പൈസക്ക് കിട്ടാന്ന് നോക്കിയപ്പോ വീണ്ടും പിശുക്ക് വന്നു. അങ്ങനെ അവസാനം എല്ലാം കൂടി വളരെയധികം കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലെത്തി അല്ലേ? ഇപ്പൊ മുകളിൽ നിന്ന് താഴെ വീണ് തലയില് കോക്കനട്ടും വീണ് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര പൈസ കൊടുക്കേണ്ടി വരും? അപ്പൊ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്, ബിൽക്കുൽ മുഫ്ത്, ഫ്രീ ആയിട്ട് കിട്ടി. നല്ല രസകരമായ സ്റ്റോറിയാണല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാരും ഈ ചാപ്റ്റർ ഒക്കെ നന്നായി പഠിക്കണം, എക്സാം വരുവാണല്ലേ? അപ്പൊ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, ബൈ.